ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും തിരയുന്ന ആളില്ല, വെച്ച് കുറച്ച് തിരക്കിലാണ്, പണിയിലൊക്കെയാണ്. ഇന്ന് ഞങ്ങൾ 3 മക്കൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കാര്യമാണെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ 3 ആൾ വന്നത് അല്ലെ. ഇന്നിപ്പോ എന്താ നമ്മൾ സംസാരിക്കണെന്ന് വെച്ചാല്, എല്ലാവർക്കും കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിരിക്കും അല്ലെ. എല്ലാവരുടെ ലൈഫിലും ഏറ്റവും മറക്കാൻ പറ്റാത്ത കാലം ഏതാണെന്ന് ചോദിച്ചാൽ കുട്ടിക്കാലത്തിനെ കുറിച്ചാ പറയാ. പക്ഷെ ഞങ്ങൾക്ക് 3 ആൾക്കും തിരിച്ചു പോവാൻ ഇഷ്ടമില്ലാത്തൊരു സമയവും ഓർക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരു സമയവും അതാണ് ഞങ്ങളെ കുട്ടിക്കാലം. ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷെ ഇപ്പോഴും നമ്മളെ മൈൻഡില് ഡ്രോമ എന്നൊക്കെ പറയാം അല്ലെ. ഡ്രോമ ആയിട്ട് എപ്പോഴും ആലോചിക്കുമ്പോ ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത, എന്നാൽ എപ്പോഴും മൈൻഡിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പോ ഇഷ്ടമുള്ളവർക്ക് കാണാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോ നമ്മളെ കുട്ടിക്കാലം നമുക്ക് ഡാർക്കായി തോന്നിയത്, ഒരു രസമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്, എനിക്ക് തോന്നുന്നു അത് നമുക്ക് നമ്മളെ ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് അവൈലബിൾ ആവാത്തതുകൊണ്ടോ അല്ല. അതിലുപരി നമ്മൾ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ സ്ട്രഗിൾ ചെയ്ത് പോയ ഓരോ സമയങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോ അതുകൊണ്ടാവും ഒരിക്കലും നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാതായത്. ഞാനൊക്കെ നമ്മളൊന്നും ആഗ്രഹിച്ച ഒരു സാധനം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ചെറുപ്പത്തിലത്തെ കാര്യമായിട്ട് പറയുന്നത്, ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു നീഡ്സ് കിട്ടാത്തത് കൊണ്ടല്ല ഞങ്ങൾക്ക് കുട്ടിക്കാലം ഇത്രക്ക് മോശമായത്. ഞങ്ങള് ഇതിന്റെ ഇടയിലൂടെ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത്, ഉപ്പാന്റെ ഉപദ്രവത്തിന്റെ ഇടയിലൂടെ ഞങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്ത് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അതിന്റെ വിക്റ്റിമായത് ഞങ്ങള് 3 മക്കൾ തന്നെയാണ്. ഞങ്ങള് അതിൽ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങള് ഞങ്ങള് പറയാണ്. ഞാൻ പറഞ്ഞ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം. ഇത് ഞങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്തിയോ ഇതാക്കിയാണ്ടോ ഒന്നല്ല, ഇത് കാണണവര് കണ്ടാ മതി. ഇപ്പാനെ പറ്റി പറയാന്ന് കരുതുകൊണ്ട് എന്താ പറയാ, ഞങ്ങൾ അനുഭവിച്ച കുറച്ച് കാര്യങ്ങള് ഞങ്ങൾ അനുഭവിച്ച് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ഇന്ന് ഞങ്ങൾക്ക് മറക്കാനും ഓർക്കാനും ഇഷ്ടപ്പെടാത്ത ഇങ്ങനെ ഒരു അനുഭവം ഒന്നും ഒരു മക്കൾക്ക് ഉണ്ടാവാതിരിക്കരുത്. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾ അനുഭവിച്ചത്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്ന എനിക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു ഇയല്ലേ ആൺകുട്ടി നടുവിലിരിക്കണത് ഞങ്ങൾ സ്ട്രെങ്ത് അല്ല. ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതില് ആ എല്ലാ കാര്യങ്ങളും അല്ലാതെ എനിക്ക് എന്റെ മൈൻഡിൽ ഇപ്പോഴും ഒരു പേടി സ്വപ്നമായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണുള്ളത്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. അന്നത്തെ ദിവസത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് അത്രക്ക് എന്താ പറയാ, അത്രക്ക് ഞാൻ റിക്കവേർഡല്ല, കംപ്ലീറ്റ്ലി ഇപ്പോഴും ഞാൻ റിക്കവേർഡല്ല. ഞാനും എന്റെ അനിയത്തിയും ഞങ്ങള് 3 വയസ്സിനുള്ള ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ ഞങ്ങള് ചെറുപ്പത്തില് നല്ല തല്ലായിരുന്നു. ഞങ്ങളല്ല, ഓന് ഭയങ്കര പോസസീവ്നെസ് ആയിരുന്നു ഉള്ളത് പറയാലോ. ചിന്നാണ് കൂടുതൽ. ചെറിയ കുട്ടികളാകുമ്പോ കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്യുമല്ലോ. അപ്പൊ വ്യത്യാസമല്ലുള്ളൂ, അത്രയുള്ള ഡിഫറൻസ് അല്ലേ ഉള്ളു. അപ്പൊ ഞാൻ ചെറുതിലാകുമ്പോ കുറച്ചുകൂടെ കെയർ ചെയ്യണല്ലോ. അപ്പൊ ഓനക്ക് ഭയങ്കര പേടിയാ, ഉമ്മച്ചി ഓളെ കുറച്ചുകൂടെ സ്നേഹിക്കോ, ഇന്നെ നോക്കണില്ല, അങ്ങനത്തെ ഒരു ഇന്ത്യയിലേറെ ഇഷ്ടം ഓളോടുണ്ടോ എന്നൊക്കെയുള്ള ഒരു പൊസസീവ്നെസ്സിൽ ഓൻ ഇന്നെ കാട്ടുമായിരുന്നു ചെറുപ്പത്തില്. ഇന്നെ ഉന്തിട തള്ളിട അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു എനിക്ക് എപ്പോഴും കരയാനേ സമയം ഉണ്ടായിട്ടുള്ളായിരുന്നു ചെറുപ്പത്തില്. അപ്പോ ടോപ്പിക്കൊക്കെ ഞാൻ വരാം. ഈ ഒരു സംഭവം നടക്കുന്നത് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എന്റെ അനിയത്തിനെ ഞാന് എന്തോ ചെയ്ത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതെ, തള്ളിയിട എന്തോ ചെയ്ത്. അപ്പൊ അവളിങ്ങനെ കരയുന്നുണ്ട്. അപ്പോഴാണ് ഉപ്പ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പൊ ഉപ്പ അവളോട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, സനു കാട്ടിയതാണ്, ഞാൻ കാട്ടിയതാണെന്ന് പറഞ്ഞു. അതങ്ങോട്ട് ഇപ്പൊ കേൾക്കലും. അങ്ങോട്ട് കേട്ട സമയത്ത് ഇപ്പൊ എന്നെ കോളറ് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പുറത്തൊരു അമ്മിക്കല്ലുണ്ട്, അതിലേക്ക് എന്റെ കൈ വെച്ചിട്ട് കത്തിയെടുത്ത് ഒരൊറ്റ കൊത്ത്. എന്തോ ഭാഗ്യത്തിന് കയ്യിന് കൊണ്ടില്ല. ഓക്കെ, എന്തോ ഭാഗ്യത്തിന് കൊണ്ടില്ല. അതിന്റെ നേരെ അപ്പുറത്തായിട്ടാണ് ഇവരൊക്കെ കണ്ടതാ. എന്റെ കയ്യിന് കൊത്തിയ ടൈമില് ഞാൻ അങ്ങോട്ട് ഷോക്കായി പോയി. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ വേണമെങ്കിൽ എന്നെ പേടിപ്പിക്കാൻ കാണിച്ചതായിരിക്കും, പക്ഷെ എന്റെ വിരലില് പോയ പോലെ അല്ലെങ്കിൽ എന്റെ ഒരു കൈ പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തിനു പറയണം, ഒരാഴ്ച ഞാൻ പനിച്ചു കിടന്നു. ഒരാഴ്ച ഞാൻ ഇപ്പോഴും അതിൽ നിന്ന് റിക്കവേർഡല്ല. കാരണം ചെറിയൊരു കുട്ടിയോട് അവന്റെ മനസ്സില് സ്വന്തം ഉപ്പാനോടുള്ള ഭയം, നീ എന്നെ പേടിക്കണം, ഞാൻ ഒരു റൗഡിയാണ്, ഞാൻ കൊല്ലും, വേണ്ടി വന്നാൽ കൊല്ലും,
കൈ വെട്ടും, കാല് വെട്ടും, ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചു. ഒരു കുട്ടി ഞാൻ എത്രയില്ല, എൻ്റെ ഉമ്മ വന്ന് ചോദിച്ചു, എൻ്റെ ഉമ്മ വന്ന് ഉപ്പാനോട് വന്ന് ചോദിച്ചു എന്തിനാണോ അങ്ങനെ ചെയ്തത്, ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മാനോട് പറഞ്ഞ് അവനിനി മേലിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോടാണ് അങ്ങനെ പറയുന്നത്. 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയോട്. അതെന്റെ മൈൻഡിൽ ഇപ്പോഴും ഒരു ഡ്രോമായിട്ട് കിടക്കുന്നു. ഞാൻ 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന വരെ, അതായത് ഇപ്പൊ പോകുന്ന ടൈം വരെ ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഉപ്പാന്റെ അടുത്തുനിന്ന്. പക്ഷെ അതൊക്കെ ഞാൻ എത്ര മറക്കാൻ ശ്രമിച്ചാലും ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത്രക്കും ഒരു ചെറിയ കുട്ടിയോട് കാണിക്കുന്ന ക്രൂരത, അത് ഞാൻ അങ്ങനെ തന്നെയാണ് ഇതിനെ പറയുന്നത്. കാരണം നിങ്ങൾ ആരും നിങ്ങളെ കുട്ടികളോട് എന്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ കാണിക്കരുത്. ഒരു മക്കൾക്കും ഇങ്ങനെ ഉണ്ടാവരുത്. ഒരു ഉപ്പമാരും ഇങ്ങനെ ചെയ്യരുത്. അതിന്റെ ശേഷം ഭയങ്കര പനി അയക്കാണ്ട് കൊറേ ഇതായിക്കണേ, കൊറേ കഷ്ടപ്പെട്ടോണോന്. അതിമലാലെ ഇപ്പയും ഇമ്മയും ഓരൊക്കെ ചൊല്ലിയൊതി കൊടുത്ത് പേടിക്കില്ല, ചൊല്ലിയൊതി കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊക്കെ മാറിയിട്ടുണ്ട് കുട്ടിക്ക്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ഏതോ ഒരു വീഡിയോന്റെ താഴത്ത് ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് കമന്റ് എന്നല്ല, എത്ര ആയാലും ഉപ്പല്ല എന്നുള്ള. മൈ ക്വസ്റ്റ്യൻ ഈസ് ഫോർ യു ഗൈസ്. നിങ്ങളോടാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്തിന്റെ ബേസിലാണ് ഉപ്പ എന്നുള്ള പേരിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, അംഗീകരിക്കേണ്ടത്? ഇതൊക്കെയാണ് ഞാൻ അനുഭവിച്ച ഒരൊറ്റ കാര്യമാണ് നിങ്ങളോട് ഇപ്പൊ പറഞ്ഞു തന്നത്. ഒരൊറ്റ കാര്യം, ഇതൊന്നുമല്ല, ഇതിന്റെ എക്സ്ട്രീം ലെവലില് കണ്ട ഒരാളാണ് ഞാൻ. ഓക്കെ, ഞാൻ ഇവരെല്ലാവരും എന്തിന്റെ ബേസിലാണ് അംഗീകരിക്കേണ്ടത് എന്നും കൂടെ പറഞ്ഞു തന്ന ഉപകാരമായിരുന്നു. ഇപ്പൊ തന്നെയാണ്. പക്ഷെ കർമ്മം കൊണ്ട് ഒരു മനുഷ്യന് അതാവാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും അതാണ് ഞാനന്ന് പറഞ്ഞത്. ആ പൊസിഷനെ റെസ്പെക്ട് ചെയ്യുന്നു, പക്ഷെ ആ ഒരു വ്യക്തിത്വത്തെ റെസ്പെക്ട് ചെയ്യുന്നില്ല. ഉപ്പല്ലേ എന്ന് പറയുമ്പോ ഉപ്പ അന്ന് ചിന്തിക്കണായിരുന്നു, ഞാൻ ജന്മം കൊടുത്ത എന്റെ മക്കളല്ലേ എന്ന് അന്ന് ചിന്തിക്കണായിരുന്നു. ഇതാരും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഞങ്ങളെ അനുഭവം പറയാണ്, നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഞങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ മനസ്സിൽ ഡ്രോമായി കിടക്കണം. ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടി സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്യണുള്ളൂ. പറയുകയാണെങ്കിൽ വീഡിയോയിലൊന്നും ഒതുങ്ങൂലല്ലോ, അതുകൊണ്ടാണ് ഷോർട്ടാക്കിയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനാണ് വില മൂത്ത ജ്യേഷ്ഠത്തി. എന്റെ അമ്മാന്റെ മൂത്ത മോള് ഞാനാണ്. ഞാൻ കൊറേ അനുഭവിച്ചിട്ടുണ്ട്, കൊറേ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്താ ഞാൻ പറയാ, എനിക്കിപ്പോൾ അതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സങ്കടത്തോടല്ലാതെ എനിക്കൊന്നും പറയാൻ കഴിയലില്ല. ഞാൻ ആരോടും അങ്ങനെയാണ്, ഞാനൊന്നും പറയലുമില്ല. ആർക്കും എന്റെ അനുഭവങ്ങളും ഇതൊന്നും ഇതുവരെ ആർക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങൾ ആരോടും ഇന്നേ വരെ അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ കൊറേ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പാന്റെയും ഇമ്മാന്റെയും നടുവില് ഞാനിങ്ങനെ നിൽക്കും. എപ്പോഴും ഞാനല്ലേ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനാ മുന്നിൽ നിൽക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ ഇപ്പൊ മുടി പിടിച്ചുകാണ്ട് തൂക്കി അറിയാം, പിന്നെ തല്ല. ഞാന് പ്രശ്നങ്ങൾ ഒതുക്കാൻ വേണ്ടി ഇമ്മാൻ എന്താ കാട്ടണത് ചോദിച്ചുകാണ്ട് മുന്നിൽ പോയി നിൽക്കും. അന്നൊക്കെ എനിക്കൊന്നും തല്ല് കിട്ടാം, മുടി പിടിച്ചുകാണ്ട് വലിച്ചുകാണ്ട് അങ്ങോട്ട് എറിയാം. ഒരു മകളാണ്, എന്റെ കുട്ടിയാണെന്നൊന്നും ആ നേരം ഇപ്പൊ ചിന്തിക്കേയില്ല. ഒരൊറ്റ തല്ലാരം, എന്താ ഞാൻ പറയാ, വലിയൊരു കയ്യെന്നൊക്കെ തല്ല് കിട്ടാണെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇമ്മക്ക് എപ്പോഴും കിട്ടലുണ്ട്, മക്കളി അതേ അവസ്ഥയിലായിരുന്നു കാട്ടിയിട്ട്. കൊറേ അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഞാന് ഇമ്മാന്റെ ഇപ്പാന്റെ പ്രശ്നത്തിന്റെ ഇടയിൽ നിന്നിട്ടല്ല എനിക്ക് കിട്ടണത് എന്നുള്ളൊരു, ഞാൻ അങ്ങനെ കരുതി സമാധാനിക്കും. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇപ്പാരും അത് ചെയ്യരുത്. ഇപ്പോഴും അത് പറയുമ്പോ എനിക്ക് എപ്പോഴും സങ്കടമാണ്. കൊണ്ട് കഴിയലുമില്ല പറഞ്ഞു. സാരല്ല, നമ്മള് വലുതായി, നമ്മളിവിടെ എത്തിയില്ല, നമ്മളമ്മ നമ്മളിവിടെ എത്തിച്ചില്ലേ. അറിയാതെ പറയും. ഞാൻ ഇങ്ങനെ ഒരു ഇപ്പാനെ ഒരിക്കലും ഒന്നാമത് എനിക്ക് എന്റെ 3 കുട്ടികളെ ഇപ്പാനെ കണ്ടിട്ടാരും അൽഹംദുലില്ലാ എന്റെ കുട്ടികൾക്കൊക്കെ എന്ത് ഭാഗ്യമില്ല കുട്ടികളാന്ന് ഞാൻ ചിന്തിക്കലുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ഇതൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും ചിന്തിക്കും എന്റെ കുട്ടികൾക്കെങ്കിലും ഭാഗ്യം കിട്ടിയല്ലോ. അപ്പൊ ഗൈസ്, ഒരു ബ്രേക്കിന് ശേഷം നമ്മള് കുറച്ച് സമയം എടുത്തു അല്ലേ. ഓള് ഭയങ്കര കരച്ചില്ല, പിന്നെ നമുക്ക് അതിടണ്ടല്ലോ. ഓള് എന്താ പറയാ, ഓളോളെ വിഷമങ്ങളാണ് പെട്ടെന്ന് അതിങ്ങനെ പറയുമ്പോ ഉണ്ടല്ലോ, അത് ഭയങ്കര വിഷമല്ലേ. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് പിന്നെ നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞു.
ഒന്നാമത് എനിക്ക് കഴിച്ചു വരണം. ഞാൻ ഇന്നേ വരെ ഒരു സങ്കടങ്ങൾ ഒരാളോട് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ ഇപ്പോഴും അതൊക്കെ പറയുമ്പോ ഭയങ്കര സങ്കടമാണ്. മൂത്ത മോളായല്ലോ എന്നിങ്ങനെ എനിക്ക് കുറെ സങ്കടം വന്നൊരു കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം സ്കൂള് പഠിക്കുമ്പോ ഒന്നും എനിക്ക് പഠിക്കാനേ പറ്റിയിട്ടില്ല. സത്യം പറയാലോ, എനിക്ക് ബുക്കൊക്കെ നോക്കുമ്പോ ഞാൻ സ്കൂൾക്ക് പോയി ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ചിന്ത വീട്ടിലില്ലോലേക്കാരം ഇനി മര്യാദക്കൊന്നും ഇരുന്നിട്ടുണ്ടാവില്ല. സ്കൂൾക്ക് പോയിന്നേ ഉള്ളൂ. സത്യം അറിയാലോ, ഞാൻ സ്കൂളിൽ പോയിരിക്കുമ്പോ ഞാൻ ചിന്തിക്കുക, എൻ്റെ അപ്പ എന്തെങ്കിലും ഉമ്മാനെ കാട്ടിയോ, അമ്മ ഒറ്റക്കല്ലേ വീട്ടില്, എന്തെങ്കിലും ഉമ്മാനെ കാട്ടിയോ പഠിച്ചോന്, ആ പേടിയിൽ ഞാൻ ഇരുന്നിട്ടുള്ളൂ. വീട്ടിൽ വന്നാലോ പഠിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റൂല. ഇപ്പൊ ഉണ്ടാവും അതേപോലെ തന്നെ രാത്രി ഉറങ്ങാനായിക്കൂല. എന്തെങ്കിലും പ്രശ്നമായിക്കാണ്ട് എപ്പോഴും എന്തെങ്കിലും പ്രശ്നമായി ഉറങ്ങാൻ വരെ ഞങ്ങൾക്ക് പറ്റൂല. പിന്നെ സ്കൂളിൽ പോയി ഇരുന്നിക്കാണ്ട് ക്ലാസ് എടുക്കുന്ന ടൈമിലൊക്കെ കാര്യം ചിലപ്പോൾ ഞാൻ ഉറങ്ങി തൂങ്ങുക. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ. ഇവരൊക്കെ ചെറിയ കുട്ടികളല്ലായിരുന്നോ. ഞാനതിൻ്റെ നടുവ് കിടന്നാണ്ട് കുറേ കഷ്ടപ്പെട്ട് ഇതായതാണ്. പഠിക്കാൻ പോലും എന്നെ കൊണ്ട് സത്യം പറഞ്ഞാൽ സാധിച്ചിട്ടില്ല. നല്ല ഇതിൽ ഞാൻ പഠിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ പിന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇവൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്തൊരു കാര്യം ഇപ്പം അതിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനൊന്നും ഒരു മക്കൾക്ക് ഉണ്ടാവരുതേ എന്നാണ് ഇന്നും എൻ്റെ പ്രാർത്ഥന. ഞാൻ 5-ലോ 6-ലോ ആണെന്ന് തോന്നുന്നു. 5-ൽ പഠിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ കട്ടിൽമേലും, ഞാനും എൻ്റെ അനിയനും അനിയത്തി കട്ടിൽമേലും കിടക്കും. ഇപ്പം ഇമ്മി താഴ്ത്തോണ് കിടക്കല്. അതിനെ കിടക്കണ ഒരു ദിവസം അങ്ങനെ കിടക്കണതില് ഞാൻ എങ്ങനെയോ അറിയാതെ നമ്മൾ കട്ടിൽമെന്ന് വീഴോലോ. വലിയ കട്ടിലൊന്നല്ല, ചെറിയ കട്ടിലല്ലേ. അതിമന്ന് ഞാൻ വീണു, താഴത്തേക്ക് വീണു. അന്ന് 5ാം ക്ലാസ്സിലല്ല, എനിക്കൊന്നും അറിയാത്തൊരു പ്രായമാണ്. ഇതിന് എന്താന്ന് പോലും അറിയാത്ത പ്രായത്ത് ഞാൻ കട്ടിൽമെന്ന് വീണുകാണ്ട് ഞാൻ എന്താ പറയാ, എനിക്ക് പേടിയായിട്ട് ഞാൻ എവിടെ ടച്ച് ചെയ്തു, ഉപ്പാന്റെ എവിടെയെന്നൊന്നും അപ്പം എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ കുട്ടിയല്ലേ, എനിക്ക് എന്താന്ന് പോലും അന്ന് അറിയില്ലായിരുന്നു. വീണ സമയത്ത് ഉറക്കത്തിൽ തപ്പി വിളിച്ചുകൊണ്ടാണ് ഞാൻ തെരയണത് തന്നെ. ഞാൻ എവിടക്ക വീണുണ്ട് ആ രാത്രി ആര് കണ്ണ് കാണാതെ തെരിയല്ലേ. അതില് ഞാൻ എവിടെ ടച്ച് ചെയ്തു. അതോടുകൂടി ഇപ്പൊ ലൈറ്റ് ഇട്ട് കാണ്ട് ഇന്ന 4 തല്ലും ടച്ച് കാണ്ട് പറയണം എനിക്ക് പറ്റിയ അസുഖമാണ്, എനിക്ക് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു വാപ്പനോട് പറയണ്. ഇപ്പോഴും ഞാനങ്ങ് മറക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ് ഇതൊക്കെ. പക്ഷെ മനസ്സിന്ന് അങ്ങോട്ട് പോകില്ല. എനിക്ക് മറ്റേ അസുഖമാണ്, എനിക്ക് അതുകൊണ്ടാണ് ഇതാക്കാൻ വരുന്നത്. അന്ന് എന്താന്ന് പോലും അറിയാത്ത പ്രായത്ത്, എവിടെ തൊട്ടെന്ന് പോലും അറിയാൻ കഴിയാത്ത പ്രായത്താണ് ഇപ്പൊ പറയുന്നത് എനിക്ക് മറ്റേ അസുഖമാണ് എന്നൊക്കെ. അതൊക്കെ പോട്ടെ. അതോടുകൂടി ഇമ്മ ചോദിച്ചു, എന്താ നിങ്ങൾ പറയണത്, കുട്ടിയല്ലേ, ഓള് വീടപ്പ തൊട്ടതല്ലേ പറഞ്ഞപ്പോ ഈയാണ് കുട്ടികളെ കേടെടുത്തുന്നത് എന്നാണ്ട് ഉമ്മാനെ 4 തല്ല്. ഈ കരയാതെ പറയാം കേട്ടോ. കൊറേ ഇതിങ്ങനെ വീഡിയോ കട്ട് ചെയ്ത് നിൽക്കണം. കാരണം ഓള് ഭയങ്കര കരച്ചില്ല. അതിന് കരയേണ്ട കാര്യമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മളിപ്പോ നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത്, പിന്നെ എന്തിനാണ് കരയേണ്ട ആവശ്യം? ശരിയാണ്, ചെയ്തതും പറഞ്ഞതും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കൊറേ അനുഭവിച്ചു. ഇവലൊക്കെ കുഞ്ഞു കുട്ടികളല്ലേന്നോ. ഇവർക്ക് എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇതേപോലെ നിങ്ങൾ എന്തിനെങ്കിലും കാര്യമാണെങ്കിൽ ഇന്നെ പിടിച്ചതല്ല, വെറുതെ കരയാം. ബലിയാടായിരുന്നു അന്ന്. അത്രക്ക് വിഷമം മൂത്ത മോളായതുകൊണ്ടാണോ വേറെ എന്തുകൊണ്ടായാലും ഓളോടുള്ളതാണോ എനിക്കറിയില്ല. അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയൂല. എന്നിട്ട് ഉമ്മാനെ തച്ചിട്ട് ഉമ്മാന്റെ കവിളൊക്കെ വീങ്ങിക്കണ്ടേ കണ്ണൊക്കെ ചോന്നേന്നോ. എന്നിട്ട് ഞങ്ങള് ഇവളെ അംഗനവാടിക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോയെന്ന് നാട്ടുകാര് മൊത്തം ചോദിക്കലും, എന്താ മാളെ എന്റെ കണ്ണിന് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴും ഉമ്മ പറയും കോല് തട്ടിയതാണ്, അല്ലെങ്കിൽ എന്തോ പ്രാണി കടിച്ചതേക്കോ, എന്താ അറിയൂലെന്ന് പറഞ്ഞാണ്ട് ഉമ്മ പറയും. അന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അന്നൊക്കെ എന്താണ് ഞാൻ എവിടെ തൊട്ടൂന്ന് പോലും അറിയാത്ത പ്രായത്തില് ഇപ്പൊ എന്നെ എന്തൊക്കെ പറഞ്ഞു. ഒരു ഉപ്പാരും അങ്ങനെ ഒന്നും പറയരുത്. അന്ന് എന്റെ ചങ്കിലും കുത്തി പിടിച്ചാണ്ട് ഇപ്പൊ എന്നോട് ചോദിക്കാണ്, എനിക്ക് മറ്റേ അസുഖാടിയിരുന്നു. എന്താ അസുഖം? അന്ന് എനിക്ക് എന്താ അസുഖം പോലും എനിക്ക് അറിയാത്ത ടൈം. എന്താണ് ഇത് ചെയ്തത്, ഞാൻ എന്താ പണി ചെയ്തു, ഉറക്കത്തിലല്ലേ, എന്തിനാണ് ഇന്നെ തല്ലണത്?
അങ്ങനെയൊക്കെ ചിന്തിച്ച് നിക്കണ ഒരു ഇതുണ്ടല്ലോ. എന്തിനാണ് ഇപ്പ ഇന്നെ തല്ലണത്? പിന്നെ ഇമ്മ എന്റെ ഒപ്പം നിന്നാലും ഇമ്മാനെയും തല്ല. ഈയാണ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, എന്റെ സ്വഭാവമാണ് കുട്ടികൾക്ക്, അങ്ങനെ പറഞ്ഞു കണ്ടാണ് തല്ല. നമ്മളെ ചാനലില് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ സംശയരോഗത്തിനെ കുറിച്ച് പറഞ്ഞാണെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നണില്ല ഇങ്ങനെ ഒരു കാര്യം ഒരു മക്കൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എനിക്ക് തോന്നണില്ല. അങ്ങനെ ഒരു കമന്റ് ഇതിൽ വന്നാല് അപ്പോഴാവും ഞങ്ങൾ അറിയാം ഞങ്ങളപ്പാനെ പോലെ വേറൊരു ഉപ്പിയും കൂടെ ഉണ്ട് എന്നുള്ളത്. ഞങ്ങള് അന്ന് ആദ്യമായിട്ടാവും ഞങ്ങൾ അറിയാം. കാരണം ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച്. അതേപോലെ തന്നെ നിങ്ങള് ഒരു വീഡിയോയില് ഓള് പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളെ മുന്നിൽ വെച്ചുകാണ്ട് ഇതിന്റെ മക്കൾ തന്നെയാണോ ചോദിച്ച ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ചിലപ്പോ അത് ആലോചിക്കും, ഞങ്ങളെ മക്കളായി കാണായിട്ട് ഉപ്പാക്ക് അങ്ങനെയൊക്കെ തോന്നണത്. ഞങ്ങള് സത്യം പറഞ്ഞ ഞങ്ങളപ്പാനെ ഉപ്പായി കണ്ടെന്നെയാണ് അന്നൊക്കെ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ക്ഷമിച്ചു, ഇത്രയും തല്ല് കിട്ടിയിട്ടും ക്ഷമിച്ചു സഹിച്ചു നിന്നിന്റെ. ഇപ്പൊ ഞങ്ങളൊരു മക്കളായി ഇപ്പൊ ഞങ്ങളെ കണ്ടിട്ടില്ല. മക്കളായി കണ്ടിരുന്നെങ്കിൽ അതൊന്നും ഒരു വിഷയമാക്കി അങ്ങനെ തച്ചു പോത്തൊന്നും ഇല്ലല്ലോ. അത് സാരല്ലേ, ഇപ്പൊ കുട്ടി വീണിട്ട് എന്തേലും പറ്റുമോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സന്തോഷം. അതല്ലല്ലോ ഇപ്പൊ ചെയ്യണത്. എന്ത് ചെയ്യുന്നു ഇപ്പൊ ചെയ്തിട്ട് കൊറേ അതില് വേണ്ടാത്ത വേർഡ്സുകൾ കൊറേ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങളോട് പറയാൻ എനിക്ക് പറ്റൂല. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനോട് ഒരു ഇപ്പൊ എന്തൊക്കെയാണോ പറഞ്ഞേക്കാന്നുള്ളത് ഇപ്പോഴും എന്റെ അത് നിങ്ങളോട് പറയാൻ എനിക്ക് പറ്റൂല. അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ആരും ആവരുത്. പറഞ്ഞില്ലേ കരയാൻ പാടില്ല, കരഞ്ഞാ തോറ്റു, കരയാൻ പാടില്ല, കരയാതെ പാടില്ല. ഇതൊക്കെ ഇതും നേരിട്ട് പോന്നില്ലേ, ആ സമയം കടന്നു പോയില്ലേ. ഇപ്പൊ നമ്മള് ജീവിക്കുന്ന നല്ലൊരു ലൈഫ് അല്ലേ. ഞങ്ങളെ പറ്റിയൊക്കെ പറയാന്ന് പറയുമ്പോ ഇപ്പോഴും ഇന്നൊക്കെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഓള് കാര്യം തീർത്ത് വീട്ടിലിരിക്കാണ്. ഓള് അൽഹംദുലില്ലാ നല്ല സുഖത്തിലാണ്. അനുഭവിച്ചതുകൊണ്ടാവും ഇപ്പൊ ഓൾക്ക് പഠിച്ചോന് നല്ലൊരു ഹയർ ആയിട്ടുള്ള ഒരു കുടുംബജീവിതം. ഇതുവരെ എനിക്ക് നല്ല സന്തോഷത്തിലാണ്. ഇനി അങ്ങനെ നമുക്ക് പഠിച്ചോനല്ലേ നല്ലതിലാക്കി തരട്ടെ, അത്രേ നമുക്ക് പറയാനോ. അതേപോലെ തന്നെ എന്റെ മക്കൾക്ക് നല്ലൊരു വാപ്പാനെ കിട്ടിയിട്ടുണ്ട്. അതും പറയാല്ലേ, ഞങ്ങള് ഒരു പെണ്ണും ഒരാണും മാപ്പിളും പെണ്ണുങ്ങളും എന്നില്ല ബന്ധം മാത്രല്ല, ഒരു വാപ്പ എങ്ങനെ ആവാന്നില്ല. ഇത് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പഠിച്ചു. ഞാൻ എന്റെ കുട്ടികളെ എങ്ങനെയാ നോക്കുന്നത്. അതുപോലെ തന്നെ ഓള് പറഞ്ഞല്ലോ, ഓള് മൂത്ത കുട്ടിയായതുകൊണ്ട് ഓള് കുറെ അനുഭവിച്ചു എന്ന് പറഞ്ഞല്ലോ. ചിലപ്പോ ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എനിക്ക് കുറവാണ്. കാരണം ഇന്ന തല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ കുറവാണ്. അങ്ങനെ ഉള്ള പോലെ തന്നെ പറയണല്ലോ. ഓല തല്ലണതും ഓല ചെയ്യണതൊക്കെ ഞാൻ കണ്ടു വളർന്നതാണ്. പക്ഷെ ഇന്ന അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ചിലപ്പോ ഞാന് ചെറിയ കുട്ടിയായതുകൊണ്ടാവും, ഓള് വലുതായതുകൊണ്ടാവും എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. പക്ഷെ എൻ്റെ ഉമ്മാനെ ചെയ്യണത് നല്ലോണം ഞാൻ കണ്ടിട്ടാണ് വളർന്നത്. ഒരു ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ചെറിയ കുട്ടിയാണ്, ചെറുതെന്ന് പറഞ്ഞാല് അത്രയ്ക്ക് ചെറുതാ. ഞാൻ ഒരു ബുദ്ധി വെച്ച സമയം ആവണുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പിമ്മയും തമ്മിൽ പ്രശ്നമാണ്, മരണം എന്താണെന്നുള്ള പഠിക്കാനും മനസ്സിലാക്കാനും ആവണ സമയത്താണ് ഇപ്പൊ ഉമ്മാനെ തച്ചിട്ട് അത്രയും പ്രശ്നത്തിന്റെ ഇടയ്ക്ക് ഉമ്മച്ചി കത്തെടുത്തിട്ട് റൂം അടച്ചിട്ട് ഇനി എനിക്ക് ജീവിക്കണ്ട തന്നെ തീരുമാനിച്ചിട്ട് ഉമ്മ റൂം അടച്ചതാണ്. അപ്പൊ നമ്മള് മൂന്നാളും വാതിലിന്റെ പുറത്തിരുന്നിട്ട് കരയാം. നിങ്ങൾ അത്രയും കരഞ്ഞ് വിളിക്ക. ഞാനൊന്നും കരഞ്ഞിട്ട് ക്ഷീണിച്ച് ഞാൻ തളർന്നവിടെ വീണു. അപ്പൊ ഞാന് തളർന്ന് വീണ സമയത്ത് ഇപ്പൊ വന്നാണ്ട് പറഞ്ഞു, കുട്ടി ഇതാ കരഞ്ഞു വീണു എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മച്ചിക്ക് സഹിക്കാൻ പറ്റാത്തോണ്ട് ഉമ്മ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കാണ്. എന്താ ഇങ്ങനെ തല്ലും കുത്തും സഹിച്ചിരുന്നിട്ട് എന്നുള്ളതിലും ഇരിക്കാണ്. എന്റെ ഇടയിൽ ഞാൻ തളർന്നു വീണു എന്ന് പറഞ്ഞപ്പോഴാണ് ഇമ്മ അവിടുന്ന് ഇറങ്ങി വരുന്നത്. അതൊക്കെ ഉണ്ടല്ലോ ഇന്നും എന്റെ കണ്ണിലൊരു സിനിമ പോലെ ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾ അവിടെ പുറത്തിരുന്ന് കരയുന്നതും ഉമ്മച്ചി ജീവനൊടുക്കി ഞങ്ങളെ ഉമ്മാനെ നഷ്ടപ്പെടുമോ അങ്ങനത്തതൊക്കെ ഇപ്പോഴും സിനിമ ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. എത്രയോ രാത്രികള് നെട്ടി എണീച്ചിട്ടുണ്ട് ഉമ്മ ഓരോന്നാവണതും. അങ്ങനെയൊക്കെ കണ്ടിട്ട് എത്രയോ രാത്രികൾ നെട്ടി എണീച്ചിട്ടുണ്ട്. അത്രയും അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. ഇന്ന് അൽഹംദുലില്ലാ ഞങ്ങൾ സ്നേഹത്തോടെയാണ് കഴിയുന്നത്. നല്ലൊരു സമാധാനം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മച്ചി ഇപ്പാൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു. ഇപ്പൊ എങ്ങനെയാണെങ്കിലും എങ്ങനത്തതാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളെപ്പോഴാണെന്നുള്ളതും ഉമ്മാക്ക് ഉമ്മാന്റെ ഭർത്താവാണെന്നുള്ളതും ഉള്ളതുകൊണ്ട് അമ്മച്ചി എല്ലാ കാര്യങ്ങളും നോക്കും. എല്ലാ ഡ്രസ്സസും അലക്കിയിട്ട് എല്ലാതും ഒരുമിച്ച് അയൺ ചെയ്ത് വെക്കുമായിരുന്നു. അതൊക്കെ രാവിലെ എണീച്ച് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് സുഖമാണല്ലോ, ഒന്ന് ഇട്ടിട്ട് പോവാ, പിന്നെ അലക്കിയിട്ട് അങ്ങനെ ഒരുമിച്ച് അയൺ ചെയ്താൽ വെക്കില്ല. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ 3 മക്കളും ചെറുത്, ഞങ്ങൾ 3 ആളും 3 വയസ്സിന്റെ, എന്റെ 3 വയസ്സിന്റെ മുകളിലാണ് ഇവന്റെ 3 വയസ്സിന്റെ മുകളിലാണ് താത്ത. അങ്ങനെ 3 വയസ്സിന്റെ ഡിഫറൻസ് ആണ്. മക്കൾ ചെറുതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്തത് ഇത്ര ഗ്യാപ്പിലാണ് ഞങ്ങൾ തോടുള്ളത്. അപ്പൊ ഉമ്മാക്ക് ഞങ്ങളെ 3 ആളെ അത്രയും ശ്രദ്ധിക്കേണ്ടി വരും. ഞാൻ 90 കഴിഞ്ഞ്
3 മാസമായ സമയത്താണ് ഈ വീട്ടില് താമസിക്കുന്നത്. എനിക്ക് 3 മാസമായ സമയത്താണ്. അപ്പൊ ഉമ്മക്ക് ഞങ്ങൾ അത്രയും ശ്രദ്ധിക്കേണ്ടി. അതിന്റെ ഇടയില് ഒരു ദിവസം ഉമ്മച്ചി അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഒക്കെ അയൺ ചെയ്തതൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഓർമ്മയിൽ ഉമ്മച്ചി അയൺ ചെയ്യാൻ മറന്നുപോയി. ഉപ്പാന്റെ എല്ലാ ഡ്രസ്സസും വാരി എടുത്തിട്ട് തോട്ടുകിട വിട്ടുപോകും. ഓർമ്മയില്ല എനിക്ക്. ഉമ്മച്ചി ഇതൊക്കെ കണ്ടിരുന്ന് കരയാ. ഉമ്മ ഒരു ദിവസം ചെയ്യാത്തതിന് എപ്പോഴും എടുപ്പിക്ക. അത് പോരാഞ്ഞിട്ട് കറിയിലൊരു മുടി കണ്ടാല് ചോറിലൊരു മുടി കണ്ടാല് ചെമ്പട്ടിയോട് കൊണ്ടുപോയിട്ട. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പറയുമ്പോ ചിരിയും വരും കേട്ടോ. അങ്ങനൊക്കെ ചെയ്തത് പറയുമ്പോഴേ എന്തായാലും സൈക്കോത്തരം എന്നല്ല അതൊന്നും നമുക്ക് പറയാൻ തോന്നൂലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. കുറേ കാര്യങ്ങൾ നമ്മൾ പറയാത്തതുണ്ടോ ഒക്കെ നമുക്ക് ഈ വീഡിയോന്റെ മുന്നിൽ വന്നിരുന്ന. പിന്നെ ഇപ്പൊ നമ്മളിവിടെ ഇരുന്നിട്ട് പറയുമ്പോ ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ്. ഞങ്ങൾക്ക് അറിയാം ഇതിന് നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ടാവും, ഉപ്പല്ലേ എന്ന് പറയാൻ ആൾക്കാരുണ്ടാവും. ശരിയാണ്, ഞങ്ങൾ ഉപ്പ അങ്ങനെ ചെയ്തതായതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം നമ്മളത്രയും സ്നേഹിക്കേണ്ട ഒരു മനുഷ്യനെ നമ്മളെ ലൈഫ് തന്നെ ഇല്ലാതാക്കാന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ലൈഫ് ഇല്ലാതാക്കി തന്നെ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളെ കുട്ടിക്കാലം എടുത്തു കളഞ്ഞു. ഞങ്ങളെ കുട്ടിക്കാലം അത്രക്ക് എന്താ പറയാ, അത്രക്ക് മോശം അവസ്ഥയിലെത്തി. ഭയാനകരാക്കി. ഓരോ ദിവസവും കിടന്നുറങ്ങി എണീക്കുമ്പോ പേടിച്ചിട്ട് ഞങ്ങളെ ഉമ്മ ഉണ്ടോ, ഞങ്ങള് ഇന്റെ താത്ത ഉണ്ടോ, ഇന്റെ കാക്ക ഉണ്ടോ, എല്ലാരും ജീവിതം ഇമ്മാനെ ചങ്ക് പിടിച്ച് നിൽക്കണ കണ്ടിട്ടേ ഞാന് ഇപ്പൊ എന്താ നിങ്ങൾ കാട്ടണത് ഞങ്ങൾ അമ്മാനെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ പറയും എനിക്ക് ഇങ്ങനെ കൊല്ലാൻ തോന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏറെ ഭയം. ഇപ്പൊ ഉപ്പാന്റെ ഭയം കൊണ്ട് തന്നെ പറയണം, എന്റെ കണ്ണിൽ ഞാൻ ആസിഡ് ഒഴിക്കും, അന്നെ ഞാൻ കൊല്ലും, എന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ജയിലിൽ പോകും, അങ്ങനെയൊക്കെ പറയാണ്. അതൊക്കെ കേട്ടിട്ട് നമുക്ക് എത്ര രാത്രി ഉറങ്ങാൻ പറ്റും? പറഞ്ഞിട്ടില്ലേ? അതേപോലെ ഈ സംശയരോഗത്തിൻ്റെതൊന്നും നമ്മൾ പറഞ്ഞു എന്ന് വിചാരിച്ചാണ്ടോ ആർക്കും ഒന്നും അറിയൂല. അതൊക്കെ മനസ്സിലാവും. നമ്മളെ വീഡിയോന്റെ താഴെ തന്നെ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്, എന്റെ ഹസ്ബൻഡിന് അങ്ങനെയായിരുന്നു, ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട്. എന്താ പറയാ, അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ പറയുമ്പോ നമ്മളെ അവസ്ഥ എന്തായിരുന്നു, നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പൊ ഉമ്മാനോട് ഉപ്പാന്റെ സംശയരോഗം മാനസിക രോഗം തന്നെയാണ് അതിന് പറയും. മാനസികപരമായിട്ടുള്ള സംശയരോഗം ഉമ്മാനോട് തീർത്തുന്നുണ്ടെങ്കിലേ ഞങ്ങളോട് ഇപ്പൊ ചെയ്തത് എന്തായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നും ക്വസ്റ്റ്യൻ മാർക്കാണ്. സ്വന്തം മക്കളോട് ഇപ്പൊ എന്ത് ചെയ്തു, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഉപ്പയാണെന്നുള്ള നിലക്ക് പരിഗണിക്കേണ്ടത്? ഞങ്ങൾ എന്തുകൊണ്ടും പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ മടിക്കണം? അതാണ് ഞാൻ ആലോചിക്കണതാണ്. ഞങ്ങൾ എന്തിനും പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ മടിക്കണം? നമുക്ക് ഒരു തരി ഇത്രയും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ ഇടയിൽ ഒരു തരി സ്നേഹം ഞങ്ങൾക്ക് അത് കിട്ടിയെങ്കിലല്ലേ ഞങ്ങൾക്ക് ഉപ്പാനോട് കുറച്ചെങ്കിലും സോഫ്റ്റ് കോർണർ ഉണ്ടാവുള്ളൂ. അതില്ലാത്തതുകൊണ്ടാണ് കല്യാണത്തിനും കൈ ഓർക്കാൻ വരൂല എന്ന് പറയുന്ന ഒരു ഉപ്പാരുണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കോളൂ. ഞാൻ കുറെ അന്നും സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്റെ കല്യാണത്തിന് കൈ ഓർക്കാൻ വേണ്ടി വരൂല എന്ന് ഇപ്പൊ പറഞ്ഞപ്പോ സത്യം പറഞ്ഞാല് നമ്മളെ ലൈഫാണ് എന്താവാന്ന് പോലും അറിയാത്ത ഇമ്മളോട് പറഞ്ഞു കാണാത്തോളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോ അങ്ങനത്തെ ഒരു വാപ്പാര് ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥന. നിങ്ങളൊക്കെ നിങ്ങളെ മക്കൾ അങ്ങനെ ചെയ്യോ? ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളെ മക്കൾ അറിയണ്ട. നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവരൊക്കെ എല്ലാവർക്കും ഇനി അങ്ങനെ അല്ലാത്തവര് ഇത് കേട്ടുകാണ്ടെങ്കിലും നന്നാവാ. മക്കൾ ഒരിക്കലും അത് സ്നേഹിക്കൂല, മനസ്സുകൊണ്ട് പോലെ വെറുക്കായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ചിലപ്പോ പേടിയോണ്ട് നിങ്ങളെ മുന്നിൽ നിന്നതായിരിക്കും, പക്ഷെ ഒരിക്കലും മക്കള് മനസ്സറിഞ്ഞ് സ്നേഹിക്കൂല. നിങ്ങളാണ് നമ്മള് മക്കളെ സ്നേഹിക്കാനുള്ളത്. ഉപ്പമാരാണ് മക്കളെ നോക്കേണ്ടത്, ഉപ്പമാരും ഉമ്മമാരുമാണ് മക്കളെ നോക്കേണ്ടത്. നിങ്ങളെ നമ്മള് നോക്കുമ്പോ നമ്മൾ അത്രയും സ്നേഹം തിരിച്ചു തരും. അതുപോലെ തന്നെ നമ്മളെ ശിയമോളില്ലേ, നമ്മളെ വലിയ മോള്, ഓളെപ്പോഴും നമ്മളോട് ചോദിക്കലുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഓള് ചോദിക്കുന്നു ഇവിടുത്തെ ഉപ്പപ്പോടെ, കാരണം ഓൾക്ക് അവിടെ ഇപ്പല്ല, അവിടെ ഉപ്പ മരിച്ചതാണ്. ഓള് ചോദിക്കുന്നു ഇവിടുത്തെ ഉപ്പ എവിടെയാന്ന്. അപ്പൊ നമ്മള് ചെറുപ്പത്തിലൊക്കെ ഓളോട് പറഞ്ഞിരുന്നത്, ഇതുവരെ ഓളോട് പറഞ്ഞിരുന്നത് ഉപ്പപ്പി മരിച്ചതാണ്, ഇവിടുത്തെ ഉപ്പപ്പി മരിച്ചതാണെന്നാ പറഞ്ഞിരുന്നത്. എന്താ ചെറിയ കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, വെറുതെ ഓലക്കൂടെ നെഗറ്റീവ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മൾ അതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഓള് ഈ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഓള് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഓളെ വീഡിയോ കാണുന്ന സമയത്ത് അവിടെ ഇരുന്നല്ലേ, ഓള് ഫുള്ളിരുന്ന് കണ്ടിക്കണ്. എന്നിട്ട് ഓള് ഇവിടെ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഇപ്പ മരിച്ചതല്ലേ, നിങ്ങള് കള്ളം പറഞ്ഞതാണല്ലേ, അപ്പൊ നിങ്ങളെ നല്ലോണം ഉപദ്രവിച്ചു കൂടല്ലേ, നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടേന്നൊന്നാണ്. അപ്പോഴാണ് കുട്ടി മനസ്സിലാക്കുന്നത്. എന്താ പറയാ, അപ്പോഴാണ് ഓലും മനസ്സിലാക്കിയത്. അതുവരെ നമ്മൾ ഓലോട് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. കുട്ടികളല്ല എന്താ നമ്മളെ അനുഭവിച്ചത് ഓലോട് പറഞ്ഞവർക്ക് മനസ്സിലാവുന്ന പ്രായമില്ലല്ലോ. ബുദ്ധി വെക്കുന്നതിനനുസരിച്ച് ഇതേപോലെ ഇതൊക്കെ കേട്ട പോലെ ഓല് വളരും. ഞങ്ങളെപ്പ പോയ സമയത്ത് ഞങ്ങളെപ്പ ഉമ്മാനോട് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ആണായിട്ട് നിക്കണം, ഒരിക്കലും തളരാൻ പാടില്ല, ഒരിക്കലും
ഒരിക്കലും തളരരുത്. ഈ ഒരു ആണായിട്ട് നിൽക്കണം. ഇന്ന് വരെ അൽഹംദുലില്ലാ ഞങ്ങളെപ്പായിട്ടും ഇമ്മായിട്ടും ഞങ്ങളമ്മ ഞങ്ങളെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ എല്ലാ വിജയത്തിന് പിന്നിലും ഞങ്ങളമ്മ തന്നെയാണ്. പിന്നെ ഞങ്ങളെ മക്കളൊക്കെ പോലെ ഉപ്പമാരെ ഞങ്ങളെ സ്നേഹിക്കണ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് കിട്ടാതെ പോയത് വേറെ ഒരാൾക്ക് നമുക്ക് കിട്ടും. നമ്മളെ മക്കൾക്ക് അത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിനൊരു കുളിരാണ് അത് കാണുമ്പോൾ തന്നെ. പിന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഞങ്ങളപ്പ അങ്ങനെയാണെങ്കിലും ഞങ്ങളപ്പപ്പാന്റെ സ്നേഹം കിട്ടിയിരിക്കണം. ഇപ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് പല സ്നേഹങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഞങ്ങൾക്കൊരു സന്തോഷം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ ഒക്കെ ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട്. ഞങ്ങൾ അത്രയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉപ്പപ്പാന്ന് വിളിച്ചാൽ ഇവിടെ എത്തും. എത്ര സമയത്താണെങ്കിലും ഉപ്പ പോരും. അത് ഏത് സമയമാണെങ്കിലും ഉപ്പ ഓടിയെത്തലുണ്ട്. അതേപോലെ തന്നെ ഉപ്പപ്പാക്ക് 5 പെൺകുട്ടികളാണ്. ഉപ്പപ്പ 5 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു. അതുപോലെ തന്നെ എന്റെ നിക്കാഹ് കഴിഞ്ഞ് ലാസ്റ്റ് ഉപ്പപ്പ കാല് നീട്ടിയിരുന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എന്റെ 7 പെൺകുട്ടികളെയും കെട്ടിച്ചു. എന്നുവെച്ചാൽ ഉപ്പപ്പാന് 5 പെൺകുട്ടികളെ ഞങ്ങളെ രണ്ടാളെയും കെട്ടിച്ചു വിട്ടു. ഇനി എനിക്ക് സമാധാനത്തോടെ മരിക്കാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അതും ഒരു ഉപ്പയാണ്, ഞങ്ങളതും ഒരു ഉപ്പയാണ്. ഉപ്പമാര് എല്ലാരും ഒരുപോലെയല്ല. നല്ല വാപ്പന്മാരുണ്ട്, മോശം വാപ്പന്മാരുണ്ട്, അങ്ങനെ തന്നെ പറയാം. മോശമുള്ള ആളുകളും ഉണ്ട്. ഇപ്പോ നമ്മളിങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്. ഉപ്പമാരെ കൂടെ തന്നെ ജീവിച്ചിട്ട് ഉപ്പ കള്ളു കുടിച്ചു വരും, മക്കളെ ദ്രോഹിക്കും, മക്കളെ തല്ലും, മക്കളെ മനസ്സിലാക്കാതെ അങ്ങനെ തച്ചിട്ടും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടും തെറി പറഞ്ഞിട്ടും ജീവിക്കണ ഉപ്പമാരുണ്ട്. ചിലപ്പോ മക്കളെ പേടിച്ചിട്ട്, ഞങ്ങള് നിന്ന പോലെ ആ സമയത്ത് പേടിച്ചിട്ട് നിൽക്കും. പേടിയല്ല സ്നേഹം, മനസ്സിൽ തുള്ളി പോലും സ്നേഹം ഉണ്ടാവൂല. അപ്പൊ നിങ്ങൾ ഉപ്പമാരത് ശ്രദ്ധിക്കുക, ഉമ്മമാര് ശ്രദ്ധിക്കുക. നല്ല ഭർത്താവുക, നല്ല ഭാര്യ ആവുക, നല്ല പാപ്പാവുക, നല്ലൊരു ഉമ്മ ആവുക. മക്കൾക്ക് കൊടുക്കാനുള്ളത് മക്കൾക്ക് കൊടുക്കുക, ഭാര്യക്ക് കൊടുക്കാനുള്ളത് ഭാര്യക്ക് കൊടുക്കുക. അങ്ങനെ തന്നെ വളരണം. അങ്ങനെ ജീവിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. ഞങ്ങൾക്ക് കിട്ടാത്തത് വേറെ ഒരാൾക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പൊ പറയുമ്പോ ഈ സ്കൂളിൽ നിന്ന് ട്രിപ്പൊന്നും പോയിട്ടില്ലല്ലോ. അങ്ങനെ എനിക്ക് 10 ട്രിപ്പ് വന്ന സമയത്ത് എന്റെ വാർത്ത പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊന്നും കിട്ടിയിട്ടില്ല അമ്മ, ഓക്ക് കിട്ടുകയാണെങ്കിൽ ഓള് പോവുകയാണെങ്കിൽ ഓള് പോയിക്കോട്ടെ. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെ കൂടെ ഞങ്ങളെ ഉമ്മ എല്ലാത്തിനും ഉണ്ട്, ഞങ്ങളെ ഫാമിലി എല്ലാത്തിനും ഉണ്ട് അൽഹംദുലില്ലാ. എൻ്റെ അമ്മ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങളെ വളർത്തിയത്, ഞങ്ങളെ പഠിപ്പിച്ചത്, വിദ്യാഭ്യാസം തന്നത്, ഞങ്ങളത് ഈ നിലയിലാക്കിയത് ഞങ്ങളെ അമ്മയാണ്. പക്ഷെ ഇന്ന് വരെ അതിൻ്റെ ഒരു കണക്ക് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. ഈ ഇങ്ങനെ ഇരിക്കണുണ്ടെങ്കിൽ ഞാൻ കാരണമല്ല, എന്നെ ഞാൻ പഠിപ്പിച്ചില്ലേ എന്നുള്ളത് എൻ്റെ അമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ 3 പേരും പറയുന്നു, ഞങ്ങളൊന്നും ഇവിടെ ഇരിക്കണമെങ്കിൽ അത് ഞങ്ങളമ്മയാണ്. ഞാനൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയാം അതിന്റെ ബാക്കിൽ എൻ്റെ ഉമ്മയാണ്. പക്ഷെ ഇതുവരെ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഉണ്ടായത് കൊണ്ടാണ് ഈ ഇങ്ങനെ നിൽക്കുന്നത്, ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ളത് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ വിജയത്തിന്റെ ബാക്കില് ഞങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉമ്മ തന്നെയാണ്. പക്ഷെ ഉമ്മ ഇതുവരെ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല ആ ഒരു കാര്യം. ഉമ്മാന്റെ മനസ്സിലതാണ്, ഞാനല്ലേ ഓൽക്കുള്ളൂ, ഞാനല്ലേ ഓലെ നോക്കേണ്ടത്, എന്റെ കുട്ടികളല്ലേ എന്നാണ്. അങ്ങനെ ചിന്തിച്ചത് പ്രശ്നമേ ഉള്ളൂ. അതൊരു കടമയാണ്. ഉമ്മാര് ഇപ്പാര് മക്കളെ നോക്കാന്നൊക്കെ പറയണത് അതൊക്കെ ഒരു കടമയാണ്. അതൊന്നും ഇതാക്കി ഒരു നമുക്ക് തന്ന ഔദാര്യമായിട്ട് അത് ആരും കാണരുത്. അതൊന്നും ഔദാര്യമല്ല, അത് നിങ്ങള് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതല്ല. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രക്കും പ്യൂർ ആയിട്ടുള്ള കാര്യമല്ലേ, അത് തരാനുള്ളത് തരുന്ന വേണം. ഇത് പറയുമ്പോ ഒരുപാട് തരത്തിൽ എടുക്കണവരുണ്ടാവും. പുച്ഛത്തോടെ എടുക്കണവരുണ്ടാവും, നെഗറ്റീവോടെ എടുക്കണവരുണ്ടാവും, സന്തോഷത്തോടെ എടുക്കണവരുണ്ടാവും. ഇങ്ങനെ വന്ന് പറഞ്ഞല്ലോ നല്ല മക്കളാണെന്ന് പറയുന്നവരുണ്ടാവുന്ന സങ്കടത്തോടെ കേട്ടിരിക്കുന്നുണ്ടാവും, എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് കേട്ടിരിക്കുന്നുണ്ടാവും. കാരണം നമുക്കറിയാം, നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അതെങ്ങനെ നമ്മള് വ്യൂ ചെയ്യില്ലെന്ന് നമുക്കറിയാലോ. ഓരോ വീഡിയോസ് കാണുമ്പോൾ നമ്മളെ മനസ്സിൽ തന്നെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോറി കാണുമ്പോൾ തോന്നും കേട്ടോ, അത്രയും അനുഭവിച്ചതല്ലേ, ഇനിയെങ്കിലും നല്ലൊരു ലൈഫ് കൊടുക്കട്ടെ. നമ്മളെ കമന്റ് ബോക്സിൽ ഫുള്ളതാണ്, ഇനി നല്ലൊരു ലൈഫ് തരട്ടെ, പഠിച്ചവന് കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളെ സന്തോഷത്തിലും നമ്മളെ സന്തോഷത്തിലും ദുഃഖത്തിലും നിങ്ങൾ പങ്കുചേരുന്നതിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ. ഒരുപാട് നന്ദിയുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നാലും എല്ലാവരും ലൈഫ് നന്നാവട്ടെ, നമ്മളെപ്പോഴും അങ്ങനെ ആഗ്രഹിക്കലുള്ളൂ. നമുക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചത് വേറൊരാൾ അനുഭവിക്കാതിരിക്കട്ടെ, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ അനുഭവിച്ചത്, കാരണം ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇവൻ പറഞ്ഞ പോലെ കുഴിമന്തിയും റോസ്റ്റും ഒന്നും അല്ല ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. അത് വേണം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഭക്ഷണം, വസ്ത്രം, താമസിക്കാനൊരു വീട്, അത് ബേസിക് നീഡാണ്. അതില്ലാതെ പറ്റില്ല. പക്ഷെ അതിന്റെ ഇടയിലുള്ള സമാധാനം, സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഉപ്പാരത് മക്കൾക്ക് കിട്ടണം, മക്കളത് ഉപ്പമാർക്ക് കിട്ടണം.
ഉമ്മാൻ്റെത് മക്കൾക്ക് കിട്ടണം, അത് തിരിച്ചും കിട്ടണം. അതേപോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ അറിയേണ്ട വിശ്വാസമാണ് വേണ്ടത്. വിശ്വാസം ഇല്ലാതെ ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകില്ല. കറക്റ്റാണ്. അത് ഞാൻ മദ്രസയിൽ +2 വരെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്കറിയാം, ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ പരസ്പര വിശ്വാസമാണ്. അതില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. എന്താ ക്യാഷ്, എന്തിനാ ക്യാഷ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതില്ലാതെ സ്നേഹം പുറത്തേക്ക് കാണിച്ചിട്ട് എന്താ കാര്യം? നാട്ടുകാരുടെ ഇടയിൽ നല്ല സ്നേഹമാണ് ഞങ്ങള്, ഞാൻ അങ്ങനെ അവൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട്, അവളെ എനിക്ക് അങ്ങനെ ചെയ്തു തരാറുണ്ട്. എന്ത് കാര്യമുള്ളത്? ഇവര് തമ്മിലൊരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്, ഒരു കോർഡിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് കാര്യമാണ് അതിലുള്ളത്? അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു, അത് ഞങ്ങൾ പറയുന്നേ ചെയ്യും. കാരണം നമ്മൾ അനുഭവിച്ചതാണ് അത്. ഇത്രയും കാലം ഞങ്ങള്, പിന്നെ കാര്യം എന്താണെന്നറിയോ, ഇപ്പൊ ഇത്രയും ചെയ്തപ്പോൾ പോലും ഞങ്ങൾ എതിർത്തൊരു കാര്യം പോലും പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മളെ മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം ഇത്രയും നമ്മളോട് ചെയ്തിട്ട് നമുക്കൊരു മറുപടി ഒന്നും ചോദിക്കാൻ പോലും, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാൻ പോലും നമ്മൾ തയ്യാറായിട്ടില്ലായിരുന്നു. പക്ഷെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടിയ സമയത്ത് ഞങ്ങൾ അത് പറയുന്നേ ചെയ്യും. അതിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, നെഗറ്റീവ് പറയുന്നവരുണ്ടാവും. പക്ഷെ അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം അതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഒരുപാട് ഉണ്ടാക്കി പറയലല്ലോ, നമ്മൾ അനുഭവിച്ചത് എന്താണ്, നമ്മളെ ചെറുപ്പം അത്രയും മോശമായത് എന്താണോ അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിച്ചത് എന്നുള്ളതിന്റെ ഒരു ചുരുക്കം കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതിപ്പോ ഞങ്ങൾ മക്കൾ ഇത്രയും അനുഭവിക്കുമ്പോൾ ഞങ്ങളെക്കാൾ ചിലപ്പോൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ചിലപ്പോ എന്നല്ല, ഞങ്ങളെക്കാൾ ബുദ്ധിമുട്ടിയത് ഞങ്ങൾ ഉമ്മ തന്നെയാണ്. കാരണം സ്വന്തം മക്കളെ കണ്ണുമുമ്പിൽ വെച്ചിട്ട് ഇത്രയും ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒരു ഉമ്മമാർക്ക് നോക്കി നിൽക്കാൻ പറ്റൂലല്ലോ. ചിലപ്പോ ഉമ്മാനെ ചെയ്തതിനേക്കാൾ കൂടുതൽ ഉമ്മാന്റെ മനസ്സിൽ നോവായി കിടക്കുന്നുണ്ടാവും മക്കളോട് ചെയ്തതാവും. ഉമ്മ എപ്പോഴും പറയലുണ്ട്, എന്റെ മക്കൾക്ക് നല്ലൊരു ഉപ്പാനെ കിട്ടിയില്ലല്ലോ, അതിലും എനിക്കും വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മ എപ്പോഴും പറയലുണ്ട്. ഇങ്ങനെ പറയുമ്പോ ഉമ്മാന്റെ കാര്യം ഓർമ്മ വന്നിട്ടോ. ഞങ്ങള് പറഞ്ഞല്ല, ഞങ്ങളെ ലൈഫ് ഭയങ്കര, കുട്ടിക്കാലം ഭയങ്കര ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നു. എന്നാ എന്റെ ഉമ്മച്ചിന്റെ ലൈഫ് നേരെ തിരിച്ചാണ്. എന്റെ ഉമ്മച്ചിന്റെ 15 വയസ്സ് വരെയുള്ള കാലം, ഉമ്മാന്റെ കുട്ടിക്കാലം ഉമ്മക്ക് അത്രയും മനോഹരമായിരുന്നു. ഉമ്മക്ക് പറയാൻ വാക്കുകളില്ലാതെ അത്രയും ആസ്വദിച്ച് അത്രയും എൻജോയ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് ഉമ്മ. എന്റെ ഉമ്മച്ചി ചെറുപ്പത്തിൽ അത്രക്ക് നന്നായിട്ട് ജീവിച്ചതാണ്. ഞങ്ങളെ കുട്ടിക്കാലം അത്രക്ക് മോശമാണെങ്കിൽ എന്റെ ഉമ്മച്ചിന്റെ കുട്ടിക്കാലമായിരുന്നു നല്ലത്. പിന്നെ അങ്ങോട്ടുള്ള ലൈഫ് ഭയങ്കര മോശമാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് അത് നന്നാക്കി കൊടുക്കാൻ പറ്റട്ടെ. പിന്നെ ഉമ്മച്ചിന്റെ ലൈഫ് അത്രയും നല്ലതാണെന്ന് പറയുമ്പോൾ ഇപ്പൊ അടുത്ത് കുറച്ച് ദിവസം മുന്നേ ഉമ്മാന്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിരുന്നു. കാളമ്പാടിയിലുള്ള ഹസിത്താത്ത എന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾക്ക് അത്രയും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ എന്താ പറയാ, ഞങ്ങളെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എന്ത് പറഞ്ഞാലും നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളമ്മ അങ്ങനെ നിങ്ങളെ വളർത്തിയതല്ലേ, ഈ നല്ലൊരു മദറാണ്, നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ. എടുത്ത് പറയുന്നതാണ് ഹസിത്താത്ത എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആള്. കുറച്ചു ദിവസം മുന്നേ അയച്ചൊരു വോയിസ് ഉണ്ട്, ആളെ എങ്ങനെ ജീവിച്ചതായിരുന്നു ഈ 15 വയസ്സ് വരെ, എന്ത് സുഖമായിരുന്നു എനിക്ക്, ഇനി എന്റെ മക്കളെന്നെ നോക്കൂലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളെ ഉമ്മ എത്രത്തോളം സന്തോഷത്തോടെ ഇരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ളത് നമുക്കും കുറെയൊക്കെ മനസ്സിലാക്കാൻ, ഓലെ കൂടെ നടന്ന് ഓലെ കൂടെ കളിച്ച് വളർന്നോലെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഉമ്മ അത്രയും നല്ല രീതിയിൽ വളർന്നതായിരുന്നു. ഉമ്മാന്റെ കുട്ടിക്കാലം അത്രയ്ക്ക് നല്ലതായിരുന്നു. ഞങ്ങളെ കുട്ടിക്കാലം മോശമായി, അതാരും തെറ്റല്ല, പഠിച്ചോ നമുക്ക് വിധിച്ചത് അങ്ങനെ ആവും, ഞങ്ങളെ വിധി അങ്ങനെ ആവും, അങ്ങനെ വിശ്വസിക്കാണ് നമ്മള്. പക്ഷെ ഇനി അങ്ങനെ ഒരു വിധി ഒരു മക്കൾക്കും ഇല്ലാതിരിക്കട്ടെ, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കലുള്ളൂ. ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളല്ലേ. പുറത്ത് നല്ല മഴയാണ്, ഞങ്ങളെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവും എന്നുള്ളത് അറിയില്ല. നല്ല മഴ ഉണ്ട്, പേടിയാവുന്നുണ്ടല്ലേ. മഴക്കാലം വെള്ളപ്പൊക്കം വരുമോ? തുടക്കത്തില് നല്ല മഴയാണ്, വെള്ളപ്പൊക്കം വരുമോ അറിയില്ല. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വെള്ളപ്പൊക്കം വന്നാൽ എല്ലാരും രക്ഷിക്കാന്ന് പറഞ്ഞിട്ട്. അതില് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒരു താത്ത വന്നിട്ട് മെസ്സേജ് അയച്ചിങ്ങനെ, ഇനി വെള്ളപ്പൊക്കം വരുമ്പോ നമ്മളെ വീട്ടിലേക്ക് പോരെന്ന് പറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരാൾ പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു സമാധാനമാണല്ലോ. അന്നത്തെ ദിവസം നിങ്ങളെ കൊണ്ടുപോയി എന്നല്ല പറയാ. അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അല്ലേ. നമുക്ക് പറയാനുള്ളത് നമ്മളെ അനുഭവമാണ് ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തത്. അത് കേൾക്കുന്നവർക്ക് കേൾക്കാൻ ഇഷ്ടമാവുന്നവരും ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളെ കൂടെ നിൽക്കുന്നവരും ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോ അതിന്റെ പേരാലോ അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വി വിൽ ഓൾവേസ് വിത്ത് യു.